സത്യമായി അരുളിയ തിരുവചനം നിത്യസത്യമായി അരുളിയ ദിവ്യവചനം ശാന്തിയായി ദീപമായി നമ്മിൽ വിടുതലായി രക്ഷയായി സത്യവചനം സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ. സത്യസത്യമായി എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവിൻ്റെ വിലയേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സത്യം സത്യമായി എന്ന പ്രോഗ്രാമിൻ്റെ ഇന്നേ ദിവസത്തെ ഈ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം ഉൾപ്പെട്ടിരിക്കുന്ന ഈ ലോകം വളരെ വിശാലമായ ഒരു ലോകമാണ്. ഈ ലോകത്തിൽ നമ്മുടെ ചുറ്റിലുമായി ധാരാളം ആളുകളെയും നമുക്ക് കാണാം. ഇതിൽ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭാഷ സംസാരിക്കുന്നവർ, വ്യത്യസ്ത നിറമുള്ളവർ, വ്യത്യസ്തമായ സാമൂഹിക പശ്ചാത്തലമുള്ളവർ, വ്യത്യസ്തമായ സാംസ്കാരിക പശ്ചാത്തലമുള്ളവർ, അങ്ങനെ നിരവധി ആളുകളെ, വ്യത്യസ്തതകൾ കൊണ്ട് സമ്പന്നമായ ഒരു ലോകത്തെ നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ ഇതിൻ്റെയൊക്കെ പേരിൽ മാറ്റി നിർത്തപ്പെട്ടവരും അതിർവരമ്പുകൾക്കുള്ളിൽ ഒതുക്കപ്പെട്ടവരുമായ നിരവധി ആളുകളും നമ്മുടെ ചുറ്റുപാടിലുമുണ്ട്. ഭാഷയുടെ പേരിൽ, സാംസ്കാരിക നിലവാരത്തിൻ്റെ പേരിൽ, വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, നിറത്തിൻ്റെ പേരിൽ ഒക്കെ പല പല അതിർവരമ്പുകൾക്കുള്ളിൽ ഒതുക്കപ്പെട്ട് നിൽക്കുന്ന വലിയൊരു കൂട്ടം ആളുകളെയും നമ്മുടെ ചുറ്റിലും കാണുവാനായിട്ട് കഴിയും. നമ്മുടെ മുൻപിലുള്ളതായ അല്പസമയത്ത് നമ്മുടെയൊക്കെ ഈ പ്രശ്നങ്ങളെ അറിയുന്ന, ഇതിൻ്റെയൊക്കെ അപ്പുറമായിട്ട് നമ്മെ സ്നേഹിക്കുന്ന, നമ്മുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം വരുത്തുന്ന നല്ല ഒരു സ്നേഹിതനെ പരിചയപ്പെടുത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 17 വരെയുള്ളതായ വാക്യങ്ങൾ വായിച്ചുകൊണ്ട് അവിടെ നിന്നും ചെറിയ ചില ആലോചനകൾ നമുക്ക് ശ്രദ്ധിക്കാം. അവൻ പിന്നെയും കടൽക്കരെ ചെന്നു. പുരുഷാരമൊക്കെയും അവൻ്റെ അടുക്കൽ വന്നു. അവൻ അവരെ ഉപദേശിച്ചു. പിന്നെ അവൻ കടന്നു പോകുമ്പോൾ അൽഫായിയുടെ മകനായ ലേവി ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ട്, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. അവൻ വീട്ടിൽ പന്തിയിൽ ഇരിക്കുമ്പോൾ പല ചുങ്കക്കാരും പാപികളും യേശുവിനോടും അവൻ്റെ ശിഷ്യന്മാരോടും കൂടി പന്തിയിലിരുന്നു. അവനെ അനുഗമിച്ച് വന്നവർ അനേകർ ആയിരുന്നു. അവൻ ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് പരീശന്മാരുടെ കൂട്ടത്തിലുള്ള ശാസ്ത്രിമാർ കണ്ടിട്ട് അവൻ്റെ ശിഷ്യന്മാരോട്, അവൻ ചുങ്കക്കാരോടും
പാപികളോടും കൂടെ തിന്നു കുടിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. യേശു അത് കേട്ട് അവരോട്, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെക്കൊണ്ട് ആവശ്യമില്ല. ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ വിളിപ്പാൻ വന്നത് എന്ന് പറഞ്ഞു. നാം വായിച്ച ഈ വേദഭാഗത്ത് യേശുവിനെ അനുഗമിക്കുവാൻ അനുയോജ്യരല്ല എന്ന് മനുഷ്യർക്ക് തോന്നുന്ന പലരെയും യേശു വിളിക്കുന്നത് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. ഇവിടെ കർത്താവായ യേശു താൻ ചെയ്യുവാനായിട്ട് ഇഷ്ടപ്പെട്ട കാര്യം പിന്നെയും ചെയ്യുന്നത് കാണാനായിട്ട് കഴിയും. അവൻ ആളുകളെ ദൈവവചന സത്യങ്ങൾ ഉപദേശിക്കുന്നു. അതിനെ തുടർന്ന് പലരെയും തൻ്റെ ശിഷ്യരായി അവൻ വിളിക്കുന്നതും നാം ഇവിടെ വായിക്കുന്നുണ്ട്. ഇവിടെ 13-14 വാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ കർത്താവായ യേശു താൻ കടന്നു പോകുമ്പോൾ ചുങ്കക്കാരനായ ലേവി അദ്ദേഹം ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ട് അവനെ വിളിക്കുന്നത് നാം വായിക്കുന്നുണ്ട്. ഇവിടെ നാം വായിക്കുന്ന മർക്കോസിൻ്റെ സുവിശേഷത്തിൽ മർക്കോസ് അദ്ദേഹത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പേര് ചുങ്കക്കാരനായ ലേവി എന്നാണ്. അദ്ദേഹം തന്നെയാണ് മത്തായി എന്ന പേരിൽ പിന്നീട് നമുക്ക് സുവിശേഷങ്ങളിൽ കാണുവാനായിട്ട് കഴിയുന്ന വ്യക്തി. അപ്പോൾ ഈ മനുഷ്യനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ചുങ്കക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം അത്രമേൽ നല്ല ഒരു പശ്ചാത്തലമായിരുന്നില്ല. അന്നത്തെ പശ്ചാത്തലത്തിൽ അദ്ദേഹം പല നിലകളിൽ കുപ്രസിദ്ധനായിട്ടുള്ള ഒരാളായിരുന്നു. കാരണം ആ കാലങ്ങളിൽ യഹൂദന്മാരുടെ സമൂഹത്തിൽ ചുങ്കക്കാരൻ എന്നുള്ള ഒരു പദവിയിലിരിക്കുന്ന വ്യക്തി അത്ര നല്ല ഒരു പദവിയായിട്ട് ആ സമൂഹം അംഗീകരിച്ചിരുന്നില്ല. കാരണം യഹൂദന്മാരുടെ മേൽ ആധിപത്യം സ്ഥാപിച്ച റോമൻ ഗവൺമെൻറ്റിനെ സേവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ യഹൂദന്മാരുടെ സമൂഹം മാറ്റി നിർത്തിയ ഒരു കൂട്ടം ആളുകളായിരുന്നു വാസ്തവത്തിൽ ചുങ്കക്കാർ എന്ന് പറയുന്ന ഒരു കൂട്ടം. അതിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഈ ലേവി. മാത്രവുമല്ല, ചുങ്കക്കാരായിട്ടുള്ള വ്യക്തിക്ക് ആ സമൂഹം പല നിലകളിൽ ഭ്രഷ്ട് കൽപ്പിച്ചിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് സുനഗോഗുകളിലുള്ളതായ പ്രവേശനം എളുപ്പമായിരുന്നില്ല. അങ്ങനെയുള്ളവർ ഒരു വീട്ടിലെത്തിയാൽ ആ വീട് തന്നെ അശുദ്ധമായിട്ട് യഹൂദന്മാർ കാണുമായിരുന്നു. അപ്പോൾ ആ നിലയിൽ പല നിലകളിൽ മാറ്റി നിർത്തപ്പെട്ട ഒരു കൂട്ടം ആളുകളായിരുന്നു ചുങ്കക്കാർ എന്ന ലേബലിൽ അറിയപ്പെട്ടത്. ഇവിടെ കർത്താവ് വിളിക്കുന്ന ഈ ലേവി എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം ചുങ്കക്കാരനായ ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം അത്രമേൽ നല്ലൊരു പശ്ചാത്തലമായിരുന്നില്ല. എന്നാൽ ഈ വ്യക്തിയെയാണ് തന്നെ അനുഗമിക്കുവാനായിട്ട് കർത്താവായ യേശു വിളിക്കുന്നത്. ഒരുപക്ഷെ കർത്താവായ യേശുവിൻ്റെ ഈ വിളി അന്നത്തെ സമൂഹത്തിന് അത്രത്തോളം സ്വീകാര്യമായ ഒരു വിളി ആയിരുന്നിരിക്കുകയില്ല. എന്നാൽ കർത്താവായ യേശുവിനെ സംബന്ധിച്ചിടത്തോളം അത് പ്രശ്നമായ ഒരു വിഷയമായിരുന്നില്ല. കർത്താവ് അത് ഒരിക്കലും കണക്കാക്കാതെ ഇങ്ങനെയുള്ള ഈ വ്യക്തിയെയും തൻ്റെ പരിപാടിയിലേക്ക് വിളിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. കർത്താവായ യേശു ക്രിസ്തു അവൻ പാപികളുടെ സ്നേഹിതനാണ്. ചുങ്കക്കാരായിട്ടുള്ളവരെയും തൻ്റെ പരിപാടിയിലേക്ക് വിളിക്കുന്നവനായ ഒരു കർത്താവാണ്. എന്നാൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നൊരു കാര്യം, കർത്താവിൻ്റെ ഈ വിളിയെ കേൾക്കുവാൻ, ആ വിളിയോട് പ്രതികരിക്കുവാനായിട്ടുള്ള മനസ്സ് നമുക്കുണ്ടോ എന്നതാണ് നമ്മുടെ മുൻപാകെ ഉള്ളതായ ഒരു ചോദ്യം. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ വായിക്കുന്നത് ഈ ചുങ്കക്കാരനായ ലേവി സകലവും വിട്ട് ഈ കർത്താവിനെ അനുഗമിച്ചു എന്നാണ് നാം വായിക്കുന്നത്. എന്ന് വെച്ചാൽ അദ്ദേഹം അതുവരെ തൻ്റെ ജീവിതത്തിൽ നേടിയെടുത്ത സകലതും വിട്ട് അതിനേക്കാൾ വലിയ നന്മ ഉള്ള മറ്റെന്തോ ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ കണ്ട് താൻ ഈ കർത്താവായ യേശുവിനെ അനുഗമിക്കുവാനായി തീരുമാനമെടുക്കുകയും കർത്താവിനെ പിൻപറ്റുകയും ചെയ്യുന്നത് തുടർന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കർത്താവായ യേശു ഈ വ്യക്തിയെ കണ്ടപ്പോൾ ദുഷ്ടത നിറഞ്ഞ അല്ലെങ്കിൽ കള്ളത്തരം നിറഞ്ഞ ഒരു വ്യക്തിയായിട്ടല്ല കർത്താവ് കണ്ടത്. അതിനപ്പുറം ഈ മനുഷ്യനെ കർത്താവ് കണ്ടപ്പോൾ ഒരു നല്ല സുവിശേഷകനെ കർത്താവ് കണ്ടു എന്നുള്ളതാണ്. ഈ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയപ്പോൾ നല്ലൊരു അപ്പസ്തോലനെ കർത്താവായ യേശു ക്രിസ്തു കണ്ടു എന്നുള്ളതാണ്. ഈ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയപ്പോൾ സുവിശേഷം എഴുതുവാനായിട്ട് പറ്റിയ ഒരു നല്ല വ്യക്തിയെ കർത്താവായ യേശു കണ്ടു എന്നുള്ളതാണ്. കർത്താവായ യേശു ക്രിസ്തുവിന് നമ്മുടെ ഏത് സ്ഥിതിയെയും വ്യത്യാസപ്പെടുത്തുവാനും നമ്മെ രൂപാന്തരപ്പെടുത്തുവാനും തൻ്റെ അത്ഭുതകരമായ കാര്യപരിപാടിക്കായിട്ട് നമ്മുടെ ജീവിതങ്ങളെ അടിമുടി വ്യത്യാസപ്പെടുത്തുവാനും നവീകരിക്കുവാനുമായിട്ട് കഴിയുന്ന നല്ലൊരു സ്നേഹിതനാണ്. ഈ കർത്താവിനെ അനുഗമിക്കുവാനായിട്ടുള്ള മനസ്സ് നമുക്ക് ഉണ്ടോ? ചുങ്കക്കാരനായ ലേവി ആ മനസ്സ് കാണിച്ചു എന്നുള്ളതാണ്. തുടർന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് സാമൂഹികമായി അയോഗ്യർ എന്ന് തോന്നുന്ന ആളുകളെയും കർത്താവായ യേശു ക്രിസ്തു വിളിക്കുന്നു എന്ന കാര്യം നമുക്ക് 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവിടെ നാം വായിക്കുന്നത് ഇപ്രകാരമാണ്: അവൻ വീട്ടിൽ പന്തിയിലിരിക്കുമ്പോൾ
പല ചുങ്കക്കാരും പാപികളും യേശുവിനോടും അവൻ്റെ ശിഷ്യന്മാരോടും കൂടി പന്തിയിലിരുന്നു. അവനെ അനുഗമിച്ചു വന്നവർ അനേകർ ആയിരുന്നു. കർത്താവായ യേശുവിനെ പിന്നീട് നാം കാണുന്നത് ഈ ചുങ്കക്കാരനായ ലേവിയുടെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുന്നവനായിട്ടാണ് കർത്താവായ യേശുവിനെ നാം കാണുന്നത്. മറ്റ് സമാന്തര സുവിശേഷങ്ങൾ നാം വായിക്കുമ്പോൾ ഈ ലേവിയുടെ വീട്ടിൽ ആയിരുന്നു കർത്താവായ യേശുക്രിസ്തു വിരുന്നിന് ഇരുന്നത് എന്ന കാര്യം വളരെ വ്യക്തമാണ്. അദ്ദേഹത്തിന് ഒരു വലിയ ഭവനം ഉണ്ടായിരുന്നിരിക്കണം. മിക്കവാറും മനോഹരമായ ഒരു ഫെയർവെൽ പാർട്ടിയായിരുന്നു അത് എന്ന് വേണം വിചാരിക്കുവാനായിട്ട്. കാരണം കർത്താവായ യേശു ഒരു വലിയ വിളി ലേവിക്ക് നൽകി. കർത്താവിൻ്റെ വിളി കേട്ട് ചുങ്കക്കാരനായ ലേവി ഈ കർത്താവിനെ അനുഗമിക്കുവാനായിട്ട് മനസ്സ് കാണിച്ചു. അപ്പോൾ തൻ്റെ പുതിയ ഈ ഒരു ജീവിതത്തിലേക്കുള്ള കാൽവയ്പ്, അതിൻ്റെ തുടക്കം എന്നുള്ള നിലയിൽ അത് വളരെ സന്തോഷകരമായ ഒരു അനുഭവമായിട്ടിരിക്കുവാൻ ലേവിയും ആഗ്രഹിച്ചിരുന്നിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ തൻ്റെ അതേ ഫീൽഡിൽ ഉള്ള അനേക ആളുകളെ അദ്ദേഹം വിളിച്ചിട്ടുണ്ട്. ഇവിടെ നാം വായിക്കുന്നത് അനേകം ചുങ്കക്കാരും പാപികളുമായ മനുഷ്യർ അവനോടൊപ്പം പന്തിയിലിരുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. പാപികൾ എന്നതുകൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് അന്നത്തെ പരീശന്മാരുടെ കർക്കശമായിട്ടുള്ള മതചിട്ടകൾ അതേപടി ഫോളോ ചെയ്യാനായിട്ട് വിമുഖത കാണിച്ച ഒരു കൂട്ടം ആളുകളെയാണ്. അപ്പോൾ അവരെയൊക്കെ വാസ്തവത്തിൽ ആ സമൂഹം വളരെ വലിയ പാപികൾ എന്നുള്ള നിലയിൽ അടയാളപ്പെടുത്തുകയും അവരെ മുഖ്യധാരാ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്യുന്നതായ ഒരു രീതി അക്കാലങ്ങളിൽ ഉണ്ടായിരുന്നു. ആ നിലയിൽ മാറ്റി നിർത്തപ്പെട്ടവരായിട്ടുള്ള, തഴയപ്പെട്ടവരായിട്ടുള്ള, മുഖ്യധാരാ സമൂഹത്തിൽ നിന്നും വേർതിരിച്ച് നിർത്തിയിരിക്കുന്ന വലിയൊരു കൂട്ടത്തെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ഈ കൂട്ടമൊക്കെ ഈ പുതിയ സ്നേഹിതനാൽ, ഈ കർത്താവായ യേശു ക്രിസ്തുവിനാൽ ആകർഷിക്കപ്പെട്ട് അവനോടൊപ്പം പന്തിയിലിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ സാമൂഹികമായ പശ്ചാത്തലം വ്യത്യസ്തങ്ങളായിരിക്കാം. പല നിലകളിൽ, പല മേഖലകളിൽ, പല സന്ദർഭങ്ങളിൽ തഴയപ്പെട്ടവരും പല നിലകളിൽ മാറ്റി നിർത്തപ്പെട്ടവരുമായിട്ടുള്ള പലരും ഒരുപക്ഷെ എന്നെ ശ്രവിക്കുന്നവരിലുണ്ടായേക്കാം. എന്നാൽ ഞാൻ പറയട്ടെ, നമ്മെ മാറ്റി നിർത്താത്ത ഏത് സാമൂഹികമായിട്ടുള്ള ചുറ്റുപാടുകളിൽ നിന്നും നമ്മെ ഒരു നാളും മാറ്റി നിർത്താത്ത, തന്നോടൊപ്പം പന്തിയിലിരിക്കുവാനായിട്ട് ക്ഷണിക്കുന്ന ഒരു നല്ല കർത്താവിനെ നമുക്ക് ഈ വേദഭാഗത്ത് കാണുവാനായിട്ട് കഴിയും. നമ്മെ വിളിക്കുന്നത്, ഇങ്ങനെയൊരു സ്നേഹിതനാണ് നമ്മെ വിളിക്കുന്നത്. നമ്മുടെ സാമൂഹികമായിട്ടുള്ള പശ്ചാത്തലം നോക്കാതെ, സമൂഹം നമ്മളെ ഏത് നിലയിൽ കാണുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മെ കാണാതെ, നമ്മുടെ അയോഗ്യതകൾ പരിഗണിക്കാതെ നമ്മെ ക്ഷണിക്കുന്ന, തൻ്റെ കൂട്ടായ്മയിലേക്ക് നമ്മെ വിളിക്കുന്ന നല്ലൊരു കർത്താവിനെ, നല്ലൊരു സ്നേഹിതനെ നമുക്ക് ഈ വേദഭാഗത്ത് കാണുവാനായിട്ട് കഴിയും. ഈ നല്ല കർത്താവിൻ്റെ, ഈ നല്ല സ്നേഹിതൻ്റെ ക്ഷണം സ്വീകരിക്കുവാനായിട്ടുള്ള മനസ്സ് നമുക്ക് ഉണ്ടോ? ചുങ്കക്കാരനായ ലേവിയോടൊപ്പം ആ സമൂഹത്തിലെ നിരവധി ആളുകൾ, ഒരുപക്ഷെ പാപികൾ എന്ന് മുദ്ര കുത്തപ്പെട്ട ഒരു കൂട്ടം ആളുകൾ, ചുങ്കക്കാർ എന്നുള്ള നിലയിൽ അടയാളപ്പെടുത്തപ്പെട്ട നിരവധി ആളുകൾ, അതിൻ്റെ പേരിൽ അന്നത്തെ സാമൂഹിക പശ്ചാത്തലത്തിൽ അവരെ അതിർവരമ്പുകൾക്കുള്ളിൽ ഒതുക്കി നിർത്തിയ, ചില ചട്ടക്കൂടുകൾക്കുള്ളിൽ മാത്രമായിട്ട് ഒതുക്കി നിർത്തിയ, ഒരു കൈപ്പാട് അകലെ മാറ്റി നിർത്തിയ ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിൽ അങ്ങനെയുള്ളവരെ തിരഞ്ഞ് വിളിക്കുന്ന ഒരു നല്ല സ്നേഹിതനായ കർത്താവിനെ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ കർത്താവിൻ്റെ വിളി കേൾക്കുവാനായിട്ട് മനസ്സുണ്ടോ? ഈ നല്ല സ്നേഹിതനെ അനുഗമിക്കുവാനായിട്ടുള്ള താല്പര്യവും വാഞ്ചയും നമ്മുടെ ഉള്ളിലുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കർത്താവിന് നമ്മെ വ്യത്യാസപ്പെടുത്തുവാനായി തീർച്ചയായിട്ടും കഴിയും. മൂന്നാമതായി, ആത്മീയമായി ആരോഗ്യമില്ലാത്തവരെയും തന്നോടൊപ്പമുള്ള കൂട്ടായ്മയ്ക്കായി കർത്താവായ യേശു ക്ഷണിക്കുന്നത് നമുക്ക് ഈ ഭാഗത്ത് കാണാനായിട്ട് കഴിയും. അതിൻ്റെ 16-17 വാക്യങ്ങളിലേക്ക് നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി വരാം. അവൻ ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് പരീശന്മാരുടെ കൂട്ടത്തിലുള്ള ശാസ്ത്രിമാർ കണ്ടിട്ട് അവൻ്റെ ശിഷ്യന്മാരോട്, അവൻ ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നു കുടിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. യേശു അത് കേട്ട് അവരോട്, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ഞാൻ നീതിമാന്മാരെ അല്ല, പാപികളെ അത്രേ വിളിപ്പാൻ വന്നത് എന്ന് പറഞ്ഞു. കർത്താവായ യേശു ചെയ്യുന്നതായ ഈ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഒരു കൂട്ടം ആളുകൾക്ക് ഒട്ടും സന്തോഷമായില്ല. ഈ ആളുകൾ കർത്താവിൻ്റെ ശുശ്രൂഷ കാലയളവുകളിൽ പല നിലകളിൽ കർത്താവിനെതിരെ നിന്ന ആളുകളാണ്. അവൻ്റെ ശുശ്രൂഷയ്ക്കെതിരെ, അവൻ ചെയ്യുന്ന പ്രവൃത്തികൾക്കെതിരെ ഏതെങ്കിലും നിലയിലുള്ളതായ ആക്ഷേപങ്ങൾ ഉന്നയിക്കുവാൻ
അവസരങ്ങൾ നോക്കി നടക്കുന്ന ഒരു കൂട്ടം ആളുകളെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. അത് ശാസ്ത്രിമാരും പരീശന്മാരും എന്നുള്ളതായ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു. അവർ ഈ സമയത്തും കടന്നു വന്ന് ചില കാര്യങ്ങളിൽ ഇടപെടുകയും കർത്താവിനോട് സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നത് നാം ഇവിടെ വായിക്കുന്നുണ്ട്. ഈ പരീശന്മാരെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പഴയ നിയമത്തിലെ മോശയുടെയും മറ്റും നിയമാവലികളുടെ ബാഹ്യമായ ആചാര അനുഷ്ഠാനങ്ങളിൽ അത്യന്തം കൃത്യത പുലർത്തുവാനായിട്ട് ആവശ്യപ്പെടുകയും എന്നാൽ അതോടൊപ്പം അതിൻ്റെ ആത്മീയ അന്തസത്തയെ ഒട്ടും ഉൾക്കൊള്ളാതെ അതിൻ്റെ ബാഹ്യമായ ആചാരാനുഷ്ഠാനങ്ങളിൽ മാത്രം മുഴുകിയിരുന്ന ഒരു കൂട്ടം ആളുകൾ. കർത്താവ് പലപ്പോഴും അവരെ അഭിസംബോധന ചെയ്തപ്പോൾ പറഞ്ഞത് കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരും എന്ന നിലയിലാണ്. ആത്മീയ അന്തസത്തയെ ഉൾക്കൊള്ളാതെ ബാഹ്യമായ ആചാരാനുഷ്ഠാനങ്ങളിൽ കൃത്യത പുലർത്തുവാനായിട്ട് ശ്രമിക്കുന്ന ആളുകളെ കർത്താവ് പലപ്പോഴും വിളിച്ചത് അങ്ങനെയാണ്. ഈ ആളുകൾ ഇവിടെ കർത്താവിൻ്റെ ശിഷ്യന്മാരെ കണ്ട് ഒരാക്ഷേപം ഉന്നയിക്കാൻ ശ്രമിക്കുന്നത് നാം ഈ വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. അവർ ചോദിക്കുന്നത്, നിങ്ങളുടെ ഗുരു എന്തുകൊണ്ട് ഈ നിലയിൽ ചുങ്കക്കാരും പാപികളുമായ മനുഷ്യരോടൊപ്പം ഇരുന്ന് ഭക്ഷിക്കുന്നു, അവരുമായിട്ട് ഇടപെടുന്നു എന്നതാണ് അവർക്ക് അറിയേണ്ടിയിരുന്നൊരു കാര്യം. അത് കേട്ടിട്ട് കർത്താവ് അവർക്ക് മറുപടി കൊടുക്കുന്നത് നാം ഈ വേദഭാഗത്ത് വായിക്കുന്നുണ്ട്. ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല എന്ന് കർത്താവ് പറയുന്നു. മറ്റൊരു നിലയിൽ പറഞ്ഞാൽ, തങ്ങൾ നീതിമാന്മാരാണ് എന്ന് ഉറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടം ആളുകളോട് കർത്താവിന് പ്രത്യേകിച്ച് ഒന്നും പറയുവാനായിട്ട് ഇല്ല. എന്നാൽ തങ്ങൾ പാപികളാണ്, തങ്ങൾക്കൊരു വലിയ രക്ഷ ആവശ്യമാണ്, ഒരു രക്ഷകനെ ആവശ്യമാണ് എന്ന് ബോധ്യമുള്ള, അതിനെ തിരിച്ചറിയാനായിട്ട് മനസ്സുള്ള ആളുകളോട് കർത്താവിന് പറയാനായിട്ടുള്ളത്, നിങ്ങളെ രക്ഷിക്കുവാൻ, നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാനായിട്ടാണ് ഞാൻ കടന്നു വന്നിരിക്കുന്നത് എന്നാണ് കർത്താവിന് പറയുവാനായിട്ട് ഉള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമൂഹത്തിൽ മേൽഭാഗത്ത് നാം കണ്ടതുപോലെ പല നിലകളിൽ മാറ്റി നിർത്തപ്പെട്ട ആളുകൾ ധാരാളമുണ്ട്. ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ ഭാഷയുടെ പേരിൽ, ജാതിയുടെ പേരിൽ, സംസ്കാരത്തിൻ്റെ പേരിൽ, സാമൂഹിക ചുറ്റുപാടിൻ്റെ പേരിൽ, നിലവാരത്തിൻ്റെ പേരിലൊക്കെ മാറ്റി നിർത്തപ്പെട്ടവർ, പുറന്തള്ളപ്പെട്ടവർ, ഉപേക്ഷിക്കപ്പെട്ടവരായിട്ടുള്ള ധാരാളം ആളുകൾ ഒരുപക്ഷെ നമ്മുടെ ചുറ്റിലും ഉണ്ട്. ചുങ്കക്കാരനായ ലേവിയെപ്പോലെ, അനേക പാപികളായിട്ടുള്ള ആളുകളെപ്പോലെ. എന്നാൽ അവരെയൊക്കെ ക്ഷണിക്കുന്ന, അവരോടൊപ്പം പന്തിയിലിരിക്കാനായിട്ട് മനസ്സ് കാണിക്കുന്ന ഒരു നല്ല സ്നേഹിതനെ, പാപികളുടെ സ്നേഹിതനെ, ചുങ്കക്കാരുടെ സ്നേഹിതനെ, മാറ്റി നിർത്തപ്പെട്ട അശരണരായിട്ടുള്ള ആളുകളുടെ ഒരു സ്നേഹിതനെ നമുക്ക് ഈ വേദഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കും. ഈ സ്നേഹിതൻ്റെ വിളി കേൾക്കുവാനായിട്ടുള്ള മനസ്സ് നമുക്ക് ഉണ്ടോ? അതിനായിട്ട് നാം ആദ്യം ചെയ്യേണ്ടത് ഇവിടെ ഈ ആളുകളൊക്കെ ചെയ്ത അതേ കാര്യം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ പാപാവസ്ഥയെ നാം അംഗീകരിക്കേണ്ടത് ആവശ്യമാണ്. ദൈവമേ, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്, എൻ്റെ ഈ വലിയ പാപത്തിൻ്റെ ഭാരം ചുമക്കുവാൻ ഞാൻ അശക്തനാണ്, എന്നെ രക്ഷിക്കണം, എനിക്കൊരു വലിയ പരിഹാരം വേണം. ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് രക്ഷയ്ക്കായി കർത്താവായ യേശു ക്രിസ്തുവിനെ സമീപിക്കുവാനായിട്ട് മനസ്സ് കാണിക്കുന്ന ഏതൊരുവിനെയും രക്ഷിക്കുവാൻ ഈ നല്ല സ്നേഹിതൻ സന്നദ്ധനാണ് എന്ന് തിരുവചനം അസന്നിഗ്ധമായിട്ട് നമ്മളോട് പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളെ സമ്മതിക്കുവാൻ നമുക്ക് മനസ്സുണ്ടോ? അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ പ്രശ്നത്തിന്, പാപം എന്നുള്ളതായ പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാൻ, നമ്മളോടൊപ്പം കൂട്ടായ്മയ്ക്കിരിക്കുവാൻ ഈ കർത്താവ് സന്നദ്ധനാണ് എന്ന കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. പാപികളുടെ സ്നേഹിതനായ ഒരു കർത്താവിനെ നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തെ കർത്താവിൻ്റെ മുൻപാകെ നമുക്ക് താഴ്ത്താം. നമ്മുടെ കുറവുകളെ ഈ കർത്താവിൻ്റെ മുൻപാകെ നമുക്ക് സമ്മതിക്കാം. ദൈവം എൻ്റെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും കർത്താവിൻ്റെ ഹിതത്തിന് വിരുദ്ധമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ, നിരവധി പാപങ്ങൾ, നിരവധി വീഴ്ചകൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് എൻ്റെ പ്രവൃത്തികളെ കൊണ്ട് സാധിക്കുകയില്ല. കാരണം ഞാൻ അശക്തനാണ്, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്. നല്ലത് ചെയ്യണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് എന്ന് വരികിലും അത് ചെയ്യാനായിട്ട് കഴിയാത്ത ഒരു പാപിയായ മനുഷ്യനാണ് ഞാൻ ഒരിക്കലും ഒരു നീതിമാനല്ല. എനിക്ക് അർഹമായിട്ടുള്ളത് ഒരു നിത്യമായ ശിക്ഷാവിധി മാത്രമേ ഉള്ളൂ എന്ന കാര്യം സംബന്ധിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാനായിട്ട് നമുക്ക് മനസ്സുണ്ടോ? ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഈ നമ്മെ രക്ഷിക്കുവാനായിട്ട് സ്വർഗം വിട്ട് മനുഷ്യാവതാരം സ്വീകരിച്ച് ലോകത്തിലേക്ക് വന്ന ദൈവമനുഷ്യനാണ് കർത്താവായ യേശു ക്രിസ്തു. അവൻ ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനാണ്.
കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ രക്ഷിപ്പാൻ വന്നിരിക്കുന്നത് എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തങ്ങൾ നീതിമാന്മാരാണ് എന്ന് ഉറച്ച് ചിന്തിച്ചിരിക്കുന്നവരോട് കർത്താവിനൊന്നും തന്നെ പറയുവാനായിട്ടില്ല. എന്നാൽ നമ്മുടെ പാപാവസ്ഥയെ സമ്മതിക്കുവാനായിട്ട് മനസ്സുള്ള ഏതൊരുവിനെയും രക്ഷിക്കുവാൻ ഈ കർത്താവിന് മനസ്സുണ്ട്. ഈ കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിലെ കുരിശിന്മേൽ ആണികളിന്മേൽ തൂങ്ങപ്പെടുന്നത് വേദപുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ചരിത്രത്തിൻ്റെ താളുകളിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. എന്നാൽ അത് എന്തിനു വേണ്ടിയിട്ടുള്ളൊരു മരണമായിരുന്നു? പത്രോസ് ശ്ലീഹ അതിനെക്കുറിച്ച് പറയുന്നത്, അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി എന്നാണ് നാം വായിക്കുന്നത്. ഞാനും നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ചെയ്തതായ അനേകമായിട്ടുള്ള പാപങ്ങൾക്ക് പരിഹാരമായി ഈ കർത്താവായ യേശു ക്രിസ്തു ഈ പാപത്തിൻ്റെ വലിയ ചുമട് ഏറ്റെടുത്ത് നമുക്ക് പകരം നമ്മുടെ സ്ഥാനത്ത് കുരിശിന്മേൽ കയറുകയുണ്ടായി. മാത്രവുമല്ല, അവൻ 3-ാം നാൾ ഈ മരണത്തെ ജയിച്ച് പുനരുദ്ധാനം ചെയ്ത് ഇന്നും ജീവിക്കുന്നവനായിട്ട് സ്വർഗോന്നതങ്ങളിൽ ഇരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിലേക്ക് ഈ കർത്താവിനെ സ്വീകരിക്കുവാനായിട്ടുള്ള മനസ്സുണ്ടോ? ഈ കർത്താവ് എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് എനിക്ക് പകരം കാൽവറിയിലെ കുരിശിന്മേൽ തൻ്റെ ജീവനെ വെച്ചു. അവൻ എൻ്റെ സ്ഥാനത്ത് എനിക്കായിട്ട് മരിച്ചു. അവൻ മരണത്തെ ജയിച്ച് പുനരുദ്ധാനം ചെയ്തു. ഈ കർത്താവായ യേശു മരിച്ചത് എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ടാണ്, എന്നെ രക്ഷിക്കുവാനായിട്ടാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഈ രക്ഷയ്ക്കായി ഈ കർത്താവിനെ സമീപിക്കുവാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ നമ്മെ രക്ഷിക്കുവാനും നമ്മളോടൊപ്പം കൂട്ടായ്മ ആചരിക്കുവാനും ഈ കർത്താവിന് സമ്മതമാണ് എന്ന സന്തോഷത്തിൻ്റെ വിശേഷം ഞാൻ പറയട്ടെ. നാം ഈ വേദഭാഗങ്ങൾ കാണുന്നത് ഈ നിലയിലൊക്കെയുള്ള ആളുകളെയായിരുന്നു. എന്നാൽ ഈ ആളുകളെയൊക്കെയും രക്ഷിക്കുന്ന ഒരു നല്ല സ്നേഹിതനെയും നമുക്ക് കാണാനായിട്ട് കഴിയും. കർത്താവിൻ്റെ ഒപ്പം കൂടിയ ആളുകളെ ആരും കർത്താവ് ഒരിക്കലും മാറ്റി നിർത്തി കളഞ്ഞിട്ടില്ല. അവനൊരിക്കലും ഈ ആളുകളെ തള്ളിക്കളഞ്ഞില്ല. അവരെയൊക്കെയും കർത്താവ് സ്വീകരിച്ചു. അവരുടെ ചുറ്റുപാടുകൾ പരിഗണിക്കാതെ, അവരുടെ പശ്ചാത്തലം കണക്കാക്കാതെ, എത്ര ദരിദ്രമായ പശ്ചാത്തലത്തിലാണെങ്കിലും എത്ര കുപ്രസിദ്ധമായ ഒരു പശ്ചാത്തലത്തിലാണെങ്കിലും അവരെയൊക്കെയും സ്വീകരിക്കുവാൻ, അവരെ ഉൾക്കൊള്ളുവാൻ മനസ്സ് കാണിച്ച കർത്താവിനെ നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് അനുതാപത്തോടെ, മാനസാന്തരത്തോടെ ഈ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് തിരിയുക. രക്ഷയ്ക്കായിട്ട് ഈ കർത്താവിൽ തന്നെ ശരണപ്പെടുക. അവൻ നമ്മുടെ രക്ഷിതാവാണ്. അവൻ പാപവിമോചകനാണ്. അവൻ നമ്മെ സ്നേഹിക്കുന്ന ഒരു നല്ല സ്നേഹിതനാണ്. പാപികളുടെ സ്നേഹിതനായ, ചുങ്കക്കാരുടെ സ്നേഹിതനായ ഈ കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷിതാവാണ്, നമ്മുടെ സ്നേഹിതനാണ്. അങ്ങനെ തന്നെ ആയിരിക്കുവാൻ നമ്മെ ഏവരെയും സ്വർഗസ്ഥനായ ദൈവം സഹായിക്കട്ടെ, നമ്മെ ശക്തീകരിക്കട്ടെ. കർത്താവിൻ്റെ അതുല്യമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നാം ദൈവവചന സന്ദേശത്തിലൂടെ കേട്ടതുപോലെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കുന്ന ഒരു നല്ല സ്നേഹിതൻ നമുക്ക് സ്വർഗത്തിലുണ്ട്. ആ സ്നേഹിതൻ നമ്മുടെ പ്രശ്നങ്ങൾക്ക്, ശാരീരികവും മാനസികവുമായിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കുന്ന വലിയവനായിരിക്കുന്ന ഒരു ദൈവമാണ്. കർത്താവായ യേശു ക്രിസ്തു 33.5 വയസ്സുവരെ ഈ ഭൂമിയിൽ ജീവിച്ച് അവസാനം കാൽവരിയിലെ ക്രൂശിൽ ഒരു യാഗമായിട്ട് തീരുന്നത് നമ്മെ സ്നേഹിച്ചുകൊണ്ടാണ്. ദൈവം നമ്മെ സ്നേഹിച്ചത് എങ്ങനെയെന്ന് നാം തിരിച്ചറിയുന്നത് അത് കാൽവരിയിലെ ക്രൂശിലാണ്. ആ ക്രൂശിലേക്ക് നോക്കിയാൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പലപ്പോഴും ഈ ലോകത്ത്
ജാതിയുടെയും മതത്തിൻ്റെയും നിറത്തിൻ്റെ പേരിലൊക്കെ നമ്മെ മാറ്റി നിർത്തുമ്പോൾ യാതൊരു അതിർവരമ്പുകളും കൂടാതെ നമ്മെ മാറോട് ചേർക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന ഒരു പിതാവിൻ്റെ സ്നേഹത്തെയാണ് കാൽവരിയിലെ ക്രൂശിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്തുവിൻ്റെ സ്നേഹം തള്ളിക്കളയരുതേ. ഈ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് ഞങ്ങൾ ഏവരെയും മാടി വിളിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം നാഥൻ രക്ഷിതാവുമായി സ്വീകരിച്ച് ഈ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു വരുവാനായിട്ട് നിങ്ങളുടെ ഹൃദയത്തെ തുറക്കുമോ? അവൻ നിങ്ങളുടെ ഹൃദയത്തിൽ വാസം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, അവിടുത്തെ സ്നേഹത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അവിടുത്തെ സ്നേഹം കാൽവരിയിലെ ക്രൂശിൽ അവിടുന്ന് പരസ്യമായിട്ട് പ്രദർശിപ്പിച്ചു. തൻ്റെ പൊന്നോമന പുത്രനെ ഞങ്ങൾക്ക് പകരക്കാരനായി ഞങ്ങൾ മരിക്കേണ്ട സ്ഥാനത്ത് അവിടുന്ന് കാൽവരിയിലെ ക്രൂശിൽ മരിച്ച് അവിടെ ഞങ്ങളെ സ്നേഹിച്ച് ഓർത്ത് നന്ദി പറയുകയാണ്. കർത്താവ്, ഇനി നിത്യമായിരിക്കുന്ന നരകത്തിലേക്കോ ആ യാതന സ്ഥലത്തേക്കോ ഞങ്ങൾ പോകേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് നിത്യമായിരിക്കുന്ന വാസസ്ഥലം, സ്വർഗീയമായിരിക്കുന്ന വാസസ്ഥലം അവിടുന്ന് ഒരുക്കിയിട്ടുണ്ട്. അതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, അത്രമാത്രം അവിടെ ഞങ്ങളെ സ്നേഹിച്ച് ഓർ ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവ്, ഞങ്ങൾ പാപികളായിരുന്നു, ദോഷികളായിരുന്നു. ആ പാപത്തിന് പരിഹാരം വരുത്തുവാൻ അവിടുന്ന് കാൽവരിയിലെ ക്രൂശിൽ മരിച്ച് അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ച് ഓർത്ത് സ്തോത്രം. കർത്താവ്, ഞങ്ങൾ ശത്രുക്കളായിരുന്നപ്പോൾ, ഞങ്ങൾ ബലഹീനരായിരുന്നപ്പോൾ, ഞങ്ങൾ പാപികളായിരുന്നപ്പോൾ കർത്താവ് ഞങ്ങളെ തക്ക സമയത്ത് സ്നേഹിച്ചു. അതോർത്ത് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ സ്നേഹത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. എല്ലാ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്കൊരു അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രാർത്ഥനാവശ്യങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രീസ് 126 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഇമെയിൽ ID satyamsatyamai@gmail.com. ഫോൺ നമ്പർ 8136936648. ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ മുഖേന ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതായിരിക്കും. ഈ പ്രോഗ്രാമിൻ്റെ മറ്റ് സന്ദേശങ്ങളും പാട്ടുകളും വീണ്ടും കേൾക്കുന്നതിനായി ഞങ്ങളുടെ സത്യസത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സത്യസത്യമായി എന്ന യൂട്യൂബ് ചാനലും സന്ദർശിച്ചാലും ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യം സത്യമാ, സത്യം സത്യമാ.